നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇതുപയോഗിച്ചിട്ടാണ് റൂദർഫോർഡ്സ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ റൂദർഫോർഡ്സ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് എന്താണ് ആൽഫ പാർട്ടിക്കിൾ അത് അറിഞ്ഞിരിക്കണം. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീലിയത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ആണ്. ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പ്രോട്ടോൺ ഉണ്ടാവും, 2 ന്യൂട്രോൺ ഉണ്ടാവും. അറിയാമല്ലോ, ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടാവും. 2 പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് ചാർജ് +2e എന്നാണ് എഴുതുക. ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് E ആണല്ലോ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മറന്നു വേണ്ട, അതൊരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഒരു സിംഗിൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് +2e ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഗ്രൂപ്പ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, ഹീലിയം ന്യൂക്ലിയസ്, നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്യുകയാണ് എല്ലാവരും കൂടിയും. ഈ എല്ലാ ആൽഫ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുകയാണ്. ഇവിടെ വളരെ തിന്നായിട്ടുള്ളൊരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഞാനിത് വളരെ ചുരുക്കി പറയാണ് ഈ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്. ഇത് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ഡയഗ്രാം കാണിച്ചു തരാം. ഇത് വളരെ ബ്രീഫായിട്ട് പറയാണ്. ഇവിടെ വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഈ ഗോൾഡ് ഫോയിലിൽ കൂടിയാണ് ഈ ആൽഫ റേസ്, ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ more than 99.8% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ക്രോസസ് ദ തിൻ ഗോൾഡ് ഫോയിൽ. ഇത് ക്രോസ് ചെയ്ത് പോകും. ഇതിൻ്റെ തിക്നെസ് എ ഫ്യൂ മൈക്രോമീറ്റർ ആയിരിക്കും. വളരെ തിന്നായിട്ടുള്ളൊരു ഗോൾഡ് ഫോയിലാണ്. ഈ ആൽഫ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഹീലിയം ന്യൂക്ലിയസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ more than 99.8% ആൽഫ പാർട്ടിക്കിൾസും ഈ ഗോൾഡ് ഫോയിൽ ക്രോസ് ചെയ്ത് പോകും. അതിൽ വളരെ റയറായിട്ട്, എക്സ്ട്രീംലി റയറായിട്ടുള്ള ചില ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രി റീബൗണ്ട് ചെയ്യും. അതായത് റൈറ്റ് സൈഡിലോട്ട് വന്ന ആൽഫ പാർട്ടിക്കിൾ ഇവിടെ തട്ടിയിട്ട് തിരിച്ച് റിട്ടേൺ പോകും. അത് വളരെ റയറാണ്. അതായത് 8000 ആൽഫ പാർട്ടിക്കിൾസിൽ ഒരെണ്ണം മാത്രം. വളരെ റയറായിട്ട് ചില ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രി റീബൗണ്ട് ചെയ്ത് പോകും. സോ ഈ 2 കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ ഒരു ആറ്റോമിക് സ്ട്രക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്താണ് more than 99.8% ക്രോസ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ ഈ ഗോൾഡ് ഫോയിലുള്ള ആറ്റംസ് നോക്കുകയാണെങ്കിൽ, ഗോൾഡിൻ്റെ ആറ്റം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പെർസെൻറ്റേജും എംപ്റ്റി സ്പേസ് ആയിരിക്കണം. കാരണം എന്താണ്, മിക്ക ആൽഫ പാർട്ടിക്കിളും ക്രോസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിക്കതും എംപ്റ്റി സ്പേസുകളാണ്. അതായത് ഗോൾഡ് ഫോയിലിൻ്റെ ആറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പെർസെൻറ്റേജും എംപ്റ്റി സ്പേസ് ആണ്. ആ ആറ്റത്തിൻ്റെ എംപ്റ്റി സ്പേസിൽ കൂടിയാണ് ഈ ആൽഫ റേ കടന്നു പോയത്. പിന്നെ വളരെ റയറായിട്ട് റീബൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ റീബൗണ്ട് ചെയ്തത്? അതിനുള്ള കാരണം ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ ഇതിൽ. ഗോൾഡിൻ്റെ ആറ്റം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. അതിനൊരു ചാർജ് ഉണ്ടാവും. മനസ്സിലായല്ലോ, അതിനൊരു ചാർജ് ഉണ്ടാവും. ഈ ആൽഫ പാർട്ടിക്കിളിനേക്കാളും വളരെ സ്ട്രോങ് ആയിരിക്കും അത്. അറിയാമല്ലോ, ഗോൾഡിൻ്റെ ആറ്റോമിക് നമ്പർ നോക്കിയാൽ മനസ്സിലാവും, 79 ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ ചാർജ് നോക്കുകയാണെങ്കിൽ +79e ആണ് ഗോൾഡിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ്. ഇത് ജസ്റ്റ് +2e ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ഹെഡ് ഓൺ കൊളിഷൻ, മനസ്സിലായില്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഗോൾഡിൻ്റെ ന്യൂക്ലിയസിലോട്ട് വന്നടിക്കുമ്പോൾ ഇവ തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സ് വരുന്നത് കാരണം, മനസ്സിലായാലോ, ഇതിങ്ങനെ വന്ന ആൾ റീബൗണ്ട് ചെയ്ത് പോകും. ഇത് വളരെ സ്ട്രോങ് ആണ്, ഇതിനേക്കാളും വളരെ മാസീവാണ് ഇത്. അതുകൊണ്ട് ഗോൾഡ് ഫോയിലിൻ്റെ ആറ്റം അവിടെ തന്നെ നിൽക്കും. ഈ ആൽഫ പാർട്ടിക്കിൾ വളരെ ലൈറ്റാണ് കമ്പയർഡ് ടു ദിസ്. അതുകൊണ്ട് ഇത് റീബൗണ്ട് ചെയ്ത് പോകും. ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്താണ്, ആറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പെർസെൻറ്റേജും എംപ്റ്റി സ്പേസ് ആണ്. ആ എംപ്റ്റി സ്പേസിൽ കൂടി ആൽഫ പാർട്ടിക്കിൾ കടന്നു പോകുന്നു. വളരെ റയറായിട്ടുള്ള ചില ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രി റീബൗണ്ട് ചെയ്യുന്നു. അതിനുള്ള കാരണം ഈ ഇവിടെയുള്ള ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ഹെഡ് ഓൺ കൊളിഷന് ഡയറക്റ്റായിട്ട് അതേ ലൈനിൽ വന്നതുകൊണ്ടാണ്. അല്ലേ, നേരെ വന്നു കഴിഞ്ഞാൽ
അറിയാലോ, റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇത് റീബൗണ്ട് ചെയ്ത് പോകും. പക്ഷെ ബാക്കിയുള്ള ഇതിനൊന്നും പ്രോബ്ലം ഇല്ല, കാരണം എം ടി സ്പേസ് ആണ്. പിന്നെ അങ്ങോട്ട് കുറേ എം ടി സ്പേസ് ആയതുകൊണ്ട് ക്രോസ് ചെയ്ത് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് വരുന്ന മാത്രം അവിടെ ഒരു 180 ഡിഗ്രി റീബൗണ്ട് വരും. ഇപ്പോൾ രണ്ട് കൺക്ലൂഷൻ: ആറ്റം ഈസ് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ സ്പേസ് വിൽ ബി എം ടി സ്പേസ്. ആറ്റം ഗോൾഡ് മാത്രമല്ല, മിക്ക എല്ലാത്തിൻ്റെയും ആറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ എം ടി സ്പേസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം, അല്ലേ, ആറ്റത്തിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ന്യൂക്ലിയസ് വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ്. അതൊരു ചെറിയൊരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. അപ്പോൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലിയർ ആയി, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ റഫായിട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആൽഫ പാർട്ടിക്കിൾസിൻ്റെ റേസ്, അല്ലേ, ആൽഫ പാർട്ടിക്കിൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്, ബിസ്മത്ത് 83214. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എല്ലാം ആൽഫ റേ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ന്യൂക്ലിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരും. ബിസ്മത്ത് 83214 റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. ഇത് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്ന സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിളാണ് ബിസ്മത്ത് 83214. പിന്നെ ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് വളരെ ചെറുതാണ്, 2.1 × 10⁻⁻7 മീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ്. ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് വന്നടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ക്രോസസ് ദ ഗോൾഡ് ഫോയിൽ. ചെറിയ ഡിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് മോർ ദാൻ 99.8% ക്രോസ് ചെയ്ത് പോയിട്ട് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഇതേപോലെ റീബൗണ്ട് ചെയ്യുന്നുള്ളൂ. അല്ല, മോർ ദാൻ 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് വളരെ റയറാണ്. അതിൽ തന്നെ 180 ഡിഗ്രി റീബൗണ്ട് ചെയ്യുന്നത് അതിനേക്കാളും വളരെ റയറാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾ ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ഈ ഷേപ്പിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഓക്കെ, അതിനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകൾ ഉണ്ടാവും. വി ക്യാൻ കൗണ്ട് ഹൗ മെനി ആൽഫ പാർട്ടിക്കിൾസ് മീറ്റ് ദ സ്ക്രീൻ. ഈ സ്ക്രീനിൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഡിവൈസുകളെല്ലാം ഉണ്ട്, അതിവിടെ പിക്ചറിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇതൊരു സ്ക്രീനാണ്. സിങ്ക് സൾഫൈഡ് സ്ക്രീനാണ്. ആൽഫ പാർട്ടിക്കിൾസ് ഈ സ്ക്രീനിൽ വന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം പോർഷൻസ് ഇലൂമിനേറ്റ് ആവും. നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഹൗ മെനി ആൽഫ പാർട്ടിക്കിൾസ്, മനസ്സിലായല്ലോ, മീറ്റ് ദ സ്ക്രീൻ, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഡിഗ്രി, അല്ലേ, ഓരോ ആംഗിളിലും എത്ര ആൽഫ പാർട്ടിക്കിൾസ് സ്ക്രീനിൽ വന്ന് വീഴുന്നുണ്ട് എന്നുള്ളത് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. നമുക്കത് അതിനുള്ള ഡിവൈസുകൾ വേറെ ഉണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ വേറൊരു ഡയഗ്രം കൂടി കാണിച്ചു തരാം. ഇതന്നെ വേറെ രീതിയിൽ വരച്ചെന്നുള്ളൂ. ഈ ആൽഫ പാർട്ടിക്കിൾസ് അല്ലേ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണമല്ലോ. അതിനുവേണ്ടി മുകളിലും താഴെയും ലെഡ് ബ്രിക്സ് വെക്കാം. അത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ലെഡ് ബ്രിക്സ് മുകളിലും താഴെയും വെച്ച് കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഈ ഗോൾഡ് ഫോയിൽ വന്നടിക്കും. ദർ ഈസ് തിൻ ഗോൾഡ് ഫോയിൽ. അന്നടിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ക്രോസസ് ദ ഗോൾഡ് ഫോയിൽ. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, സിങ്ക് സൾഫൈഡ് സ്ക്രീനാണ്. ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്, മൈക്രോസ്കോപ്പ് ഡിറ്റക്ടർ ഉണ്ട്. ഹൗ മെനി ആൽഫ പാർട്ടിക്കിൾസ് മീറ്റ് ദ സ്ക്രീൻ, അത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ ആംഗിളിലും എത്ര ആൽഫ പാർട്ടിക്കിൾസ് സ്ക്രീനിൽ വന്ന് വീഴുന്നുണ്ട് എന്നുള്ളത് അറിയാനുള്ള ഒരു ഡിറ്റക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഡിറ്റക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് നമുക്ക് കൗണ്ട് എടുക്കാൻ പറ്റും. ഹൗ മെനി ആൽഫ പാർട്ടിക്കിൾസ് പെർ ഈച്ച് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ആറ്റംസ് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ആറ്റം ഈസ് എം ടി സ്പേസ്.
ആറ്റത്തിൻ്റെ വളരെ ഒരു ചെറിയൊരു ഇത് മാത്രം വോള്യൂം മാത്രമേ എന്തായിട്ടുള്ളൂ, ന്യൂക്ലിയസ് ആയിട്ടുള്ളൂ. അവിടെ പോസിറ്റീവ് ചാർജുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ.